ലഞ്ച് ബോക്സിലേക്ക് എളുപ്പത്തിൽ ഒരു വെറൈറ്റി ചോറ് തയ്യാറാക്കി നോക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുളക്, പച്ചമുളക് നമുക്ക് മുഴുവനോടെ ഇടാം, കീറൊന്നും വേണ്ട, മുഴുവനോടെ ഇട്ട് കൊടുക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കേട്ടോ. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉള്ളി, തക്കാളി, ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളിയും തക്കാളിക്കും നന്നായിട്ട് വഴന്നിട്ടിട്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഏലക്കായ, ഗ്രാമ്പു, പട്ട ഇത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ മാഗി ക്യൂബ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. മാഗി ക്യൂബ്സ് അതിലേക്ക് അരിഞ്ഞ് ചേർത്ത് മാഗി ക്യൂബ് അരിഞ്ഞ് ചേരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാഗി ക്യൂബൊക്കെ അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയും പുതിനയും ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഉപ്പും മഞ്ഞളും മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കന് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചില്ലി പോലെ വളരെ ചെറുതായി കട്ട് ചെയ്ത് പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കപ്സ മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് കപ്സ മസാല, കപ്സയല്ല, ബിരിയാണി അല്ല, എന്നാൽ രണ്ടിൻ്റെയും കൂടെ ടേസ്റ്റ് വരുന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. വെറൈറ്റി റൈസിൻ്റെ റെസിപ്പി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഗോൾഡൻ സെല്ല റൈസ്, കഴുകി കുതിർത്ത് വാരി വെച്ചിരിക്കുന്ന ഗോൾഡൻ സെല്ല റൈസ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് നമുക്ക് എണ്ണയിലൊന്ന് അരിയും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. എണ്ണയിൽ കിടന്ന് അരിയൊന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ അരിയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് അരിയായിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം അതിൽ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴുള്ള ഉപ്പും നമ്മുടെ മാഗി ക്യൂബ് ഇട്ടതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും. നമുക്ക് ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് ഉപ്പുണ്ടാവുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇല്ലെങ്കിൽ ആ സമയത്ത് മാത്രം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്കിതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ റൈസ് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പറയുന്നത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഉപ്പ് ഇടാതിരിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ റൈസിൻ്റെ ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക. ഓവർ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞോ റൈസ് വേവുകയില്ല. ഗോൾഡൻ സെല്ല റൈസ് ആയതുകൊണ്ട് അതിന് കുറച്ച് വേവുള്ള അരിയാണ്. അപ്പോൾ ഈ സിമ്മിലിട്ട് സാവധാനം വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. വേവൊക്കെ പാകമാണ്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതിന് സാലഡോ മയണൈസോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയ റൈസാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.